സുഡാൻ വിഷയത്തിൽ മധ്യസ്ഥതയ്ക്ക് ഒരുങ്ങുകയാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ ഗവൺമെൻറ് പ്രതിനിധി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തി. കഴിഞ്ഞ പ്രാവശ്യം തന്നെ സുഡാനിൽ ഉണ്ടായിരിക്കുന്ന ആഭ്യന്തര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രമ്യമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാക്കിയത് സൗദി അറേബ്യയാണ്. ഇപ്പോൾ സംഘർഷാവസ്ഥ ഭയാനകരമായ രീതിയിലായിരിക്കുന്നു എന്നും മരണസംഖ്യ പോലും തിട്ടപ്പെടുത്താനാവാത്ത വിധം കൂട്ടക്കൊലകൾ അരങ്ങേറുന്ന ഒരു സാഹചര്യമാണ് സുഡാനിൽ ഇപ്പോൾ ഉള്ളത് എന്നതിനാൽ ലോകാന്തര തലത്തിലൊക്കെ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളെ പോലെ രാജ്യത്തിൻ്റെ വ്യത്യസ്ത മേഖലയിലേക്കും രാജ്യത്തിന് പുറത്തേക്കും പോയിട്ടുണ്ട് എന്നാണ് അനുമാനം. 10,000-ത്തിലധികം ആളുകളെ കാണാനില്ല എന്നൊരു പരാതി ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. 2,000-ത്തിലധികം ആളുകളെ ഒരു ഗ്രാമത്തിൽ വെച്ച് തന്നെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് സൈനികരിലെ ഒരു വിഭാഗം എന്നുള്ളതും ലോകത്തെ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ എന്താണ് ആ വിഷയത്തിൽ രമ്യമായിരിക്കുന്ന പരിഹാരം എങ്ങനെ ഉണ്ടാക്കും എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെ പുരോഗമിക്കുകയാണ്. UN ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വൈകാരികമായിട്ട് തന്നെ ഈ വിഷയത്തിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സംഭവം ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇത് നിയന്ത്രിക്കാൻ വേണ്ടി 2 സൈനിക മേധാവികളും തത്തുല്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് വരണം എന്ന അഭിപ്രായമാണ് UN ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുൻപ് അവിടെ ഭരണം നടത്തിയിരുന്ന ഒമർ മുഹമ്മദ് ബഷീറിൻ്റെ ഭരണം അട്ടിമറിഞ്ഞതോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായത്. സർക്കാർ സേനയും അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു പേഴ്സണൽ ട്രൂപ്പും തമ്മിലുള്ള അധികാര പടംവലിക്ക് വേണ്ടിയുള്ള ഏറ്റുമുട്ടലാണ് സാധാരണക്കാരെ നിത്യദുരിതത്തിലേക്കാക്കിയത് എന്നുള്ളതാണ് ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യം. ഇപ്പോൾ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യവും ഏറ്റവും നിബിഡമായിരിക്കുന്ന മേഖലയുള്ള പ്രദേശം കൂടിയാണ് സുഡാൻ. അവിടെ സ്വർണ്ണക്കനിയുടെ വലിയ ശേഖരമുണ്ട്. ആ ശേഖരവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇത്രയും വലിയ ഈ യുദ്ധ സമാന സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് എന്നാണ് അനുമാനം. എങ്ങനെയാണ് ഈ 2 വിഭാഗങ്ങൾ അവിടെ ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. 30 വർഷത്തോളം സുഡാൻ ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു ഒമർ മുഹമ്മദ് ബഷീർ. 87 കാലഘട്ടത്തിൽ തന്നെ അയാൾക്കെതിരെ പ്രക്ഷോഭ സമരങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിജീവിക്കാൻ വേണ്ടി സാധിച്ചു. പിന്നീട് ഒരു ശാന്തമായ രീതിയിലാണ് ആ രാജ്യം സാമ്പത്തികപരമായ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിലും സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഒമർ ബഷീർ വിജയിച്ചു എന്ന് അന്താരാഷ്ട്ര മീഡിയകൾ അഭിപ്രായപ്പെട്ടതാണ്. എന്നാൽ പിന്നീട് ഭരണത്തിൽ നിന്ന് മറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഇതിൽ വലിയ രീതിയിൽ ഇടപെടൽ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ തെമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റിൽ സുഡാൻ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായിരിക്കുന്ന ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളത് അവരുടെ അനിവാര്യമാണ്. മാത്രമല്ല ഭരണാധികാരിയായിരിക്കുന്ന ഒമർ മുഹമ്മദ് ബഷീറിൻ്റെ ഭരണത്തിൽ നിന്ന് തുടച്ചു നീക്കണം എന്നുള്ള ഒരു നിലപാടും അമേരിക്കക്കുണ്ടായിരുന്നു. അതിനനുസരിച്ച് അവിടെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഈ കാര്യം മുൻകൂട്ടി മനസ്സിലാക്കിയ ഒമർ മുഹമ്മദ് ബഷീർ ഒരു സൈനിക ട്രൂപ്പിനെ പേഴ്സണൽ സൈനിക ട്രൂപ്പാക്കി അവിടെ സൃഷ്ടിച്ചു. ആ സൈനിക ട്രൂപ്പിന് വലിയ രീതിയിലുള്ള ആയുധ സഹായങ്ങളും രാജ്യത്തിൻ്റെ സൈനികമായിരിക്കുന്ന പ്രധാന കാര്യങ്ങളുടെ രഹസ്യങ്ങളെല്ലാം നൽകി എന്നാണ് പറയപ്പെടുന്നത്. അതിനും പുറമെ സുഡാനിലെ ചില പ്രാദേശിക പ്രദേശത്തിൻ്റെ അധികാരം ഇവരിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സൈനിക ബലവും ശക്തിയുമുള്ള ഒരു വിഭാഗമായിട്ട് അവർ മാറി. ഭരണം അട്ടിമറിഞ്ഞു. അവിടുത്തെ സുഡാൻ്റെ ഔദ്യോഗികപരമായിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രധാനി അല്ലെങ്കിൽ സൈനിക മേധാവി അവിടെ പ്രസിഡന്റ് ആവുകയും അധികാര സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. ഇതോടുകൂടി 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയ പേഴ്സണൽ ട്രൂപ്പിൻ്റെ സൈന്യം ഈ വിഭാഗത്തെ ആക്രമിക്കുന്ന രീതിയിലേക്ക് വന്നു. അങ്ങനെ കലുഷിതമായിരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൽ കുറേ മരണങ്ങൾ നടക്കുകയും പ്രദേശമാകെ കത്തിച്ചാമ്പലാകുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ടായതിനോടനുബന്ധിച്ചാണ് അത് ഇപ്പോൾ അല്ല 2 വർഷം മുൻപ് സൗദി അറേബ്യ അതിൽ ഇടപെടുകയും ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു. ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം എന്നുള്ളതായിരുന്നു അന്ന് സൗദിയുടെ നിലപാട്. ആ നിലപാടാണ് ശരി എന്നുള്ളത് പിന്നീട് ലോകം സ്ഥിരീകരിച്ചതാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ടത് സമ്പൂർണ്ണമായിരിക്കുന്ന പരസ്പരം ആക്രമണം അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള ഒരു സംവിധാനവും സാഹചര്യങ്ങളും ഉണ്ടാക്കുക, അതിലേക്ക് സഹകരിക്കുക എന്നുള്ളതായിരുന്നു. 2 വിഭാഗവും സൗദി അറേബ്യയുമായിട്ട് വലിയ സൗഹൃദ ബന്ധമുള്ള രാജ്യമായതുകൊണ്ട് 2 കൂട്ടരും അത് അംഗീകരിച്ചു. പിന്നീട്
അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പിന്നെ വിഷയമായി അവർ തമ്മിൽ ആരാണ് കേമന്മാരായി നിൽക്കേണ്ടത്, സൈനിക മേധാവിയാണോ പ്രസിഡന്റാണോ എന്നതുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളുണ്ടായി. അതിനിടയിൽ അതിന് കുറച്ച് മുമ്പാണ് സുഡാൻ പിളർന്നത്. സുഡാൻ 2 ഭാഗമായിട്ട് പിളർന്നു. അത് അമേരിക്കയുടെ നേതൃത്വത്തിലാണ് ആ സംഭവങ്ങൾ നടക്കുന്നത്. ആ സംഭവം നടന്നതോട് കൂടിയിട്ട് 2 വിഭാഗവും പിന്നീട് വിഷയത്തിലായി എന്നുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തിയായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇപ്പം 2ാം ഘട്ടത്തിൽ വലിയ രൂക്ഷമായിരിക്കുന്ന രീതിയിലാണ് പ്രശ്നങ്ങൾ അരങ്ങേറിയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല. കഴിഞ്ഞ പ്രാവശ്യം ആഭ്യന്തരമായിരിക്കുന്ന വിഷയം ഉണ്ടായ സമയത്ത് 2 സൈനികർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുന്ന രീതിയും അവരുടെ അധികാര മേഖല ആക്രമിക്കുന്ന രീതിയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. സർക്കാർ തലത്തിലുള്ള മേഖലയും മറ്റ് സൈനിക തലത്തിലുള്ള മേഖലയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു